11ാമത്തെ സിനിമയിൽ വിളിച്ചില്ലെങ്കിൽ അവർ ശത്രുക്കളാവുന്ന കാഴ്ച നമ്മൾക്ക് കാണാം. ഔസഫിനൊക്കെ നല്ലോണം അറിയാവുന്നതാണ്. ഒരു പടത്തിൽ 10 പടത്തിൽ പാറാൻ പിടിച്ചിട്ട് 2 പടത്തിൽ വിളിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളെ കുറ്റം പറഞ്ഞ് നടക്കുക. അപ്പോൾ ആ ഒരു ഫീൽഡിൽ ഇങ്ങനൊരു മനസ്സുണ്ടാവുക എന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല. അപ്പോൾ ജോൺസൺ എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ അനശ്വരനാണ് എന്ന് പറയും പല ആൾക്കാരും. അത് ആലങ്കാരികമായിട്ട് പറയുന്നതാണ്. പക്ഷേ ജോൺസനെ സംബന്ധിച്ചിടത്തോളം ജോൺസൺ അനശ്വരനാണ്. ജോൺസൺ ഒരു സ്ഥലത്തും പോയിട്ടില്ല. ജോൺസനെ ഓർമ്മിക്കാത്ത ഒരു ദിവസം പോലുമില്ല. എങ്ങനെയെങ്കിലും ജോൺസൺ ചിലപ്പോൾ നമ്മൾ കടന്നു പോകുമ്പോൾ കഴിക്കുന്നൊരു പാട്ടിൻ്റെ ശീലിന്നാവാം, അല്ലെങ്കിൽ ജോൺസൺ പറഞ്ഞൊരു തമാശ ഞങ്ങൾ പങ്കുവയ്ക്കുമ്പോഴാവാം. ഞാൻ ശ്രീനിവാസനെ എല്ലാ ആഴ്ചയിലും ശ്രീനിവാസന് പോയിട്ട് ഒരു ദിവസം ശ്രീനിവാസൻ്റെ കൂടെ ഇരിക്കാറുണ്ട് ഇപ്പം എറണാകുളത്ത്. അപ്പോൾ ശ്രീനിവാസൻ എന്ന് ചെന്നാലും തിരിച്ചു പോരുന്നതിനുള്ളിൽ ജോൺസണായിട്ട് ഒരു അനുഭവം പറഞ്ഞ് ഞങ്ങൾ ചിരിക്കും. കാരണം കോമഡിയാണ്. അതിൽ സംഗീതമോ സാഹിത്യമോ സിനിമയോ ഡയറക്ഷനോ ഒന്നല്ല, ജീവിതത്തിലെ തമാശകളാണ്. അപ്പോൾ ജോൺസൺ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും അടുത്ത സുഹൃത്താണ്. സംഗീതം നമുക്കിപ്പോൾ അറിയാം. ഇപ്പോൾ പലപ്പോഴും പുതിയ തലമുറ പറയുന്നുണ്ട് ജോൺസൺ മാഷ് മഴ കട്ടൻ ചായ എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾ മാറിയിരിക്കുന്നു. അത്രയും കൂടുതൽ ജോൺസനെ നമ്മൾ ആരാധിക്കാൻ തുടങ്ങിയ സമയമാണ്. അപ്പോൾ ജോൺസന്റെ ഈ ഓർമ്മ നിറഞ്ഞു നിൽക്കുന്ന ഈ ചടങ്ങ് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.